ഹലോ ഗായ്സ്, നമുക്കൊരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് കണ്ടാലോ? അപ്പോൾ കമോൺ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്ക് ആയിട്ടാണിത്. ഹെൽത്തി ഇൻ ദ സെൻസ് നമ്മൾ വല്ലാണ്ട് ഓയിലോ ഡീപ് ഫ്രൈയിങ്ങോ അങ്ങനെയൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഒരു 3 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എണ്ണ ചൂടായതിന് ശേഷം പാനിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒരു ഗോൾഡൻ കളറായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് മസാല പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറഞ്ഞ രീതിയിൽ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞ ഗരം മസാലയും മല്ലിപ്പൊടിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്ത പൗഡേഴ്സിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പാല്, ഒരു കപ്പ് വെള്ളം, കുറച്ച് കുരുമുളക് പൊടി, 2 മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് തിക്കാവും വേണ്ട, നന്നായിട്ട് ലൂസ് ആവുകയും വേണ്ട. നമ്മളൊരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ മൈദ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ എടുക്കുക. പാൻ ചൂടാകുമ്പം കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഒരു 2 or 3 സ്പൂൺസ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ്സിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആ മസാല ഇതുപോലെ ആഡ് ചെയ്യുക. മസാല ആഡ് ചെയ്യുമ്പം അധികമാവാതെ ശ്രദ്ധിക്കുക. അധികമാകുമ്പോൾ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. സോ റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുമ്പം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്ത്. അപ്പോൾ മസാല ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സൈഡിലോട്ടായിട്ട് ഫുള്ള് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ആ റോളിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ വീണ്ടും റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരു 2 or 3 സ്പൂൺസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ മസാല വീണ്ടും ആഡ് ചെയ്യുക. ഞാൻ ചെറിയ രീതിയിലൊന്ന് ബട്ടർ നമ്മൾ സൈഡിലോട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ റോളുമേൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫൈനൽ റോളിൻ്റെ മേലെയും ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്നാക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലൊരു ഈവനിങ് കോഫിയുടെ കൂടെ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.